ഹായ് ഫ്രണ്ട്സ്, ജാക്സിന ബ്രദേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും നമ്മുടെ സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. അൺബോക്സിങ് വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ പുതിയ 2 പ്രാവ് എടുത്തിട്ടുണ്ട്, ഒരു മെയിലും ഒരു ഫീമെയിലും. നമ്മുടെ അമ്പലമുക്കുള്ള അനീഷ് ഏട്ടൻ്റെ കയ്യിൽ നിന്നാണ് പ്രാവ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ആ പ്രാവിൻ്റെ വിശേഷവും പിന്നെ നമ്മൾ ആ ലോഫ്റ്റിൻ്റെ ചെറിയൊരു അപ്ഡേഷനായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് നേരെ നമ്മളെ വീഡിയോയിലോട്ട് പോകാം. ഫ്രണ്ട്സ്, അപ്പം നമ്മളെ പ്രാവ് ഇതിൽ നിന്ന് എടുത്ത് നമുക്കിതാ ഇതിലോട്ടിട്ട് കാണിക്കാം ക്ലിയർ ആയിട്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് എടുത്ത ഒരു മെയിൽ എന്ന് പറയണത്. കയറ എന്ന് പറയും, സബ്ജ പുള്ളി, സബ്ജ കയറ എന്നൊക്കെ പറയണ ഒരു കിടിലൊരു മൂക്കുപ്പറ്റുള്ളൊരു മെയിലാണ്. ഒരു 5 വയസ്സിൻ്റെ താഴെ പ്രായമുള്ളൂ. അതിൽ കിടിലൊരു മെയിലാണ് കേട്ടോ. അപ്പം ഇതിനെ ഈ മെയിലിന് ഏത് ഫീമെയിലാണ് സൂട്ടാവണമെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ അടുത്തത് ഒരു ഫീമെയിലാണ്. ആ ഫീമെയിലിനെ ഇപ്പോൾ കാണിച്ചു തരാം. ഫ്രണ്ട്സ്, അപ്പം ഇതാണ് നമ്മൾ എടുത്തൊരു ഫീമെയിൽ എന്ന് പറയണത്. നല്ലൊരു ജാക്സീനയിൽ ഒരു കിടിലൊരു മഞ്ഞക്കണ്ണിലൊരു ഫീമെയിലാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ അഭിപ്രായം കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് പറയുക, എങ്ങനെയുണ്ടെന്ന്. പ്രാവ് ഫീമെയിലാണ്. അപ്പം ഇതിന് ഈ ഫീമെയിലിന് ഏത് മെയിൽ സൂട്ടാവും ഇല്ലേന്നൊക്കെ നിങ്ങൾ പറയുക കേട്ടോ. അപ്പോൾ ഈ 2 പ്രാവുമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം പ്രാവുകൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയുക. നല്ല കിട്ടില്ല മെയിലും നല്ല കിട്ടില്ല ഫീമെയിലും. ഫ്രണ്ട്സ്, അപ്പം നമ്മളെ ബാക്കി കൂട്ടിലെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. നമ്മുടെ പ്രാവെല്ലാം എഗ് ചെയ്ത കേട്ടോ. ഒരു എഗ് ചെയ്ത് അടയിരിപ്പുണ്ട്. ഓക്കെയാണ്. ഇവരും എഗ് ചെയ്ത് അടയിരിപ്പുണ്ട്. ഇവരും എഗ് ചെയ്ത് അടയിരിപ്പുണ്ട് കേട്ടോ. ഇതിൻ്റെയൊക്കെ കുഞ്ഞുങ്ങൾ എടുക്കണം. നമ്മൾ അടുത്തത് ഒരു എഗ് ചെയ്ത്, പക്ഷേ ഒരു 2 എഗ് ചെയ്യാമായിരുന്നു. ഒരു മുട്ട പൊട്ടിപ്പോയി. എങ്ങനെയെന്ന് അറിയത്തില്ല. ഒരു എഗ്ഗ് പൊട്ടിപ്പോയി. ഒരു മുട്ടയാണ് ഇരിക്കുന്നത്. ഇതിനടുത്ത് ഇവർ എഗ് ചെയ്തിട്ടുണ്ട്. ഇവരെന്നും ഒരു മുട്ട നമ്മൾ മാറ്റിയിട്ടുണ്ട്. നമ്മൾ ആ വെള്ള ജോഡി, പഴയ മൂക്കുപറ്റി ജോഡിയുടെ ഒരു മുട്ട ഇവരാണ് മാറ്റി വെച്ചിട്ടുള്ളത്. കാരണം ആ ജോഡിക്ക് പ്രായമുള്ളതുകൊണ്ട് നമ്മളതിന് മുട്ട അട വയ്ക്കാറില്ല. അടുത്ത ജോഡി ഇവരിത് 2 മുട്ട ഇട്ട് എഗ് ആയിട്ടുണ്ട്. ഇവരെ മാറ്റിയില്ല, നമ്മൾ ഇവരിൽ നിന്ന് ഒരു മുട്ടയാണ് മാറ്റിയത്. അപ്പം അടുത്ത പ്രാവിനെ കാണിച്ചു തരാം. നമ്മുടെ മെയിൽ ഫീമെയിൽ മാറ്റിയിട്ടുണ്ട് കേട്ടോ. എഗ്ഗ് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്ത ഒരാഴ്ചയും കൂടെ കഴിഞ്ഞിട്ട് 1-2 ആഴ്ചയും കൂടെ കഴിഞ്ഞിട്ട് വീണ്ടും ജോഡി ഇടണം. ഒരു സ്റ്റെപ്പും കൂടെ എഗ്ഗ് മാറ്റി വയ്ക്കാറുണ്ട്. ഇവരെ ലൈനേജിൽ ഒരു കുഞ്ഞ് നമ്മളെ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് ലൈന് കീപ്പ് ചെയ്യാൻ വേണ്ടി 2-3 പ്രാവും കൂടെ നമുക്ക് വേണം. പിന്നെ ഇതിൽ കിടന്ന ജോഡി നമ്മൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ. കുഞ്ഞുങ്ങളെയും പാരൻസിനെയും മാറ്റിയിട്ടുണ്ട്. അടുത്തിനി ഇതൊരു ജോഡി സെറ്റ് ചെയ്തിട്ട് ഇവരെ 2 മുട്ട നമുക്ക് ഇവിടെ ജോഡി ഇടാൻ പോകുന്ന പ്രാവിന് വയ്ക്കാം. പിന്നെ നമ്മൾ ജാക്സീന സെറ്റ്, അവരും കുഴപ്പമില്ല, 2 എഗ് ചെയ്തിട്ടുണ്ട്, അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം അടുത്ത പ്രാവിലോട്ട് പോവാം. അപ്പം ഇവരും എഗ് ചെയ്ത് അവിടെ ഇരിക്കുന്നുണ്ട്, 2 എഗ് ചെയ്തിട്ടുണ്ട്, കുഴപ്പമില്ല. അടുത്ത പ്രാവ് ഇവരും എഗ് ചെയ്ത്, ഇവർക്കാണ് 2ാമത്തെ മുട്ട നമ്മൾ വച്ചു കൊടുത്തത്. നമ്മുടെ വലിയ ആണ്ട ജോഡിയുടെ 2ാമത്തെ മുട്ട ഇവർക്കാണ് വെച്ചു കൊടുത്തത്. ഇവർ നോക്കും, കുഴപ്പമില്ല. പിന്നെ നമ്മളെ സബ്ജ ജോഡി എഗ് ചെയ്തിട്ടുണ്ട്, കുഴപ്പമില്ല. ഈ ഫീമെയിൽ നല്ല ഇണക്കമാണ്. ഒരു 2 എഗ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഇരിക്കുകയാണ്. 2 സബ്ജയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും ഇപ്രാവശ്യം ഇട്ടത്. കഴിഞ്ഞ വട്ടം ചാമ്പയിലാണ് കിട്ടിയത്. മൂത്ത കുഞ്ഞ് കൊണ്ടയിലും ഇളയ കുഞ്ഞ് കൊണ്ടയല്ല, 2 ചാമ്പയിലാണ് കിട്ടിയത്. പ്രാവശ്യം നമുക്ക് സബ്ജ സെറ്റ് കിട്ടിയ പ്ലാ. അപ്പം ബാക്കി പ്രാവളെ കാണാം. പിന്നെ നമ്മളെ കുഞ്ഞുങ്ങളൊക്കെ അവിടെ കിടപ്പുണ്ട്. ഇവരൊക്കെ ഇനിയിപ്പോൾ പുറത്തിറക്കണം കേട്ടോ.
നമ്മളൊരു 2-3 ദിവസമൊക്കെ ഗ്യാപ്പിട്ട് പുറത്തിറക്കും. ഡെയിലി ഇറക്കാൻ നമുക്ക് സമയം കിട്ടൂല. നമുക്ക് സമയമുള്ള ദിവസമൊക്കെ നമ്മൾ പുറത്തിറക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ അന്ന് പറഞ്ഞ പ്രാവ് ഷായിലില്ല കേട്ടോ, മുട്ട മാറ്റി വെച്ചെന്ന് പറഞ്ഞ് നമ്മളൊരു വലിയ ജോഡിയുടെ ഒരു കുഞ്ഞാണ്, ഷായിലിലാണ്. നമ്മുടെ പ്രാവ് മെയിൽ ഓക്കെയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മുടെ പുറത്താണ് പ്രാവുകൾ. ബാക്കി നമ്മൾ കെട്ടിയിട്ട കുഞ്ഞുങ്ങളെല്ലാം എൻ്റെ അകത്തുണ്ട്. ബ്രീഡിംഗ് സ്റ്റോക്കിന് വേണ്ടി മാറ്റി വെച്ച കുഞ്ഞുങ്ങളാണ് കേട്ടോ അതല്ല. പിന്നെ നമ്മളെ മെയിൽസും ഫീമെയിൽസും ഉണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. പറഞ്ഞെങ്കിൽ ഫീമെയിൽസ്. പിന്നെ നമ്മളെ പ്രാവുകളൊക്കെ കണ്ടല്ലോ, പുതിയ പ്രാവ് എങ്ങനെയുണ്ടെന്ന് പറയുക. ടാക്സീന ഫീമെയിൽ, സബ്ജക്ട് കെയറയിൽ മെയിൽ, എങ്ങനെയുണ്ടെന്ന് പറയുക, നിങ്ങൾ അഭിപ്രായം പറയുക. ഈ 2 പ്രാവിന് ഏതൊക്കെ പ്രാവാണ് സൂട്ടാവുന്നതും എല്ലാം നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. ഓക്കെ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ മെയിൽ പ്രാവിനെല്ലാം നമ്മൾ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇവരെ കയറ്റിയിട്ട് വേണം നമുക്കടുത്ത ഫീമെയിൽസിനെല്ലാം ഇറക്കാൻ. കുളിക്കണവർക്ക് കുളിക്കാം. പിന്നെ നമ്മളെ ഫീമെയിൽ ഇറക്കുമ്പോഴേ നമ്മളെ ഈ കുഞ്ഞുങ്ങളും ബാക്കി വഴി കിടക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം നമ്മൾ ഇറക്കുള്ളൂ. ഫീമെയിൽസിന് ഇറക്കുമ്പോഴേ ഇറക്കുള്ളൂ കേട്ടോ. മെയിൽസിൻ്റെ കൂടെ ഇറക്കാൻ നിന്നാൽ അത് നിൽക്കാൻ സമ്മതിക്കത്തില്ല. ഫ്രണ്ട്സ്, അപ്പം നമ്മളെ ഫീമെയിൽസിനെല്ലാം ഇറക്കിയിട്ടുണ്ട് കേട്ടോ. ഫീമെയിൽസും കുഞ്ഞുങ്ങളും ഇറക്കിയിട്ടുണ്ട്. കുറേ പേര് അവിടെ കല്ലുമണ്ണും കഴിക്കുകയാണ്. പിന്നെ കുറച്ച് പേരുടെ അവിടെ കുളിക്കുകയാണ്. കുഞ്ഞുങ്ങളും ഫീമെയിൽസുമാണ് ഇറക്കിയത്. മെയിൽസിനെല്ലാം നമ്മൾ അകത്തിയിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞത്. നമ്മളെ പുതിയ പ്രാവുകൾ എങ്ങനെയുണ്ടെന്നൊക്കെ നിങ്ങൾ പറയുക. പിന്നെ നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പം വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. അപ്പം അടുത്ത വീഡിയോ കാണാം. അതുവരെ